എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മത്തി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ പോലത്തെ അല്ല, ഇന്നത്തെ ഇത്തിരി തളർന്ന മോഡലാണ്. കാരണം ചെറുതുമാണ് കേട്ടോ. എന്നാലും പരിഞ്ഞിലിന് ഒരു ഒട്ടും കുറവൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ നല്ല ഫ്രഷ് മത്തിയായിരുന്നു, പക്ഷെ ഇന്ന് ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ഇന്ന്. കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാള, അതായത് മത്തി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണക്കാക്കി ഇന്ന് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ ഇത് കറിയാക്കുന്ന വീഡിയോയും ഉണ്ട് കേട്ടോ. എന്നാലും ഇത്തിരി കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് ചാള ക്ലീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടാണ് കേട്ടോ ചാളക്കറി വെക്കണത്. അതായത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ തീർക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അതായത് വെക്കാൻ പറ്റുന്ന ഒരു കറി, അങ്ങനെയായിട്ടാണ് ഇന്ന് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാള മുറിക്കലിനെ പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി പറയട്ടെ. എനിക്ക് ചാള എന്നല്ല ഏത് മീനും ഇങ്ങനെ വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അത് പണ്ട് തുടങ്ങിയുള്ള എൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം വീട്ടിൽ പണ്ട് ഇങ്ങനെ, അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീട്ടിലിങ്ങനെ പണ്ട് അച്ഛൻ കുറേ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് വെട്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനത് വളരെ ആസ്വദിച്ചാണ് കേട്ടോ ചെയ്യണത്. എന്തോ എനിക്ക് ഇപ്പോഴും അത് മടുത്തിട്ടില്ല, അന്നും മടുപ്പില്ലാത്തൊരു ജോലിയാണ് കേട്ടോ. അന്നൊക്കെ മീൻ വെട്ടാനുള്ള ആഗ്രഹം കൊണ്ടിട്ടേ ഒരു ദിവസം ഞാനിങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ 2 അയില അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുത്തരുമല്ലോ മീൻകാരന്മാർ, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ 2 അയില എന്ന് പറഞ്ഞാൽ നല്ല വലുതുമായിരുന്നു, നല്ല ഫ്രഷുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അത് കുളിക്കുന്നതിന് മുമ്പൊക്കെ വെട്ടാന്നൊക്കെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഇങ്ങനെ മീൻ നന്നാക്കുന്നതിനുള്ളൊരാഗ്രഹം കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അമ്മ വെള്ളം എടുക്കാൻ പോയ നേരത്തിന്, അതായത് പൈപ്പ് ഇത്തിരി ദൂരെയാണ്, അപ്പോൾ വെള്ളം എടുക്കാൻ പോയ നേരത്തിന് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി അമ്മ ഭയങ്കര സന്തോഷമായിരിക്കുന്നതാണ്. പക്ഷെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറയണേ, ഇത് കാരണം ഞാനവിടെ കുളിച്ചൊക്കെ നിൽക്കാനുള്ള, അതിൻ്റെ ഇടയ്ക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ മീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ നല്ല വഴക്ക് പറഞ്ഞിട്ടാണ്. പക്ഷേ നമുക്കത് വളരെ സന്തോഷത്തോടുകൂടി ചെയ്തതാണ്. കേൾക്കാവുന്ന മുഴുവൻ ഞാൻ കേൾക്കുകയും ചെയ്തു. പോട്ടെ, അതങ്ങനെ ഒരു കഥ. പിന്നെ എന്ന് പറയാനായിട്ട് പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുക കൂടുതലും ചെയ്യാറ്. ചിലപ്പോഴൊക്കെ ഈ കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ അമ്മ എടുത്ത് കുറേയൊക്കെ കളയും, അല്ലെങ്കിൽ ചില ദിവസം ചിലപ്പോഴൊക്കെ രാത്രിയല്ല, ഉച്ചയ്ക്ക് ഉണക്കാനിടും, അങ്ങനെയൊക്കെ ഇടുമായിരുന്നു. പക്ഷെ ഉണക്കാനിട്ടിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഉണക്കാൻ വയ്ക്കുമ്പോൾ പൂച്ചയൊക്കെ വന്ന് കഴിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാറൊന്നും ഉണ്ടായിരുന്നില്ല. അത് അപൂർവമായിട്ടാണ് കേട്ടോ ഉണക്കാൻ വെച്ചിട്ടുള്ളൂ, അല്ലാതെ എപ്പോഴൊന്നുമല്ല, അപൂർവമായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ വെട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കല്ലുപ്പാണ് കേട്ടോ ചേർക്കണത്. കല്ലുപ്പ് ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇത്തിരിയും കൂടി ഉളുമ്പ് പെട്ടെന്ന് പോകാനായിട്ട് കല്ലുപ്പായിരിക്കും ബെറ്റർ. പൊടിയുപ്പാകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിലൊക്കെ അലിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് കല്ലുപ്പ് ഇടുകയാണെങ്കിൽ ആദ്യത്തെ ഒരു കഴുകൽ കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ അടിയിൽ ഇങ്ങനെ കല്ലുപ്പ് അടിഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ വീണ്ടും ഉപ്പിൽ തന്നെ ഉരയുമ്പോൾ അതിൻ്റെ ഉളുമ്പ് പെട്ടെന്ന് പോകാൻ നല്ലതാണ്. പിന്നെ ഞാനിവിടെ കല്ലുപ്പ് മീനിലിടാനാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കണത്. കല്ലുപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതുമല്ല, പൊടിയുപ്പിൻ്റെ ഒരു അളവ് എനിക്കങ്ങനെ കറക്റ്റായിട്ട് കിട്ടാറില്ല, മീൻ കറിയിൽ മാത്രം. ഈ നമ്മളിപ്പോൾ കല്ലുപ്പിടുമ്പോൾ ഒരു കൈ അളവാണ്, കൈയിൻ്റെ ഒരു അറ്റത്ത് ഇത്രയും, അങ്ങനെയാണ് എൻ്റെ ഒരു കൈ കണക്ക് കേട്ടോ. അപ്പോൾ അതേസമയം ഒരു ദിവസം ഞാൻ ഇതേപോലെ കല്ലുപ്പ് തീർന്നു കഴിഞ്ഞപ്പോൾ പൊടിയുപ്പ് ഇട്ടിട്ട് എനിക്ക് ആ അളവ് കറക്റ്റായിട്ട് കിട്ടിയില്ല, കൂടിപ്പോവായിട്ട് ചെയ്തു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. ഇത് കണ്ട നന്നായിട്ട് ഉളുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ പ്രാവശ്യം കഴിയട്ടെ, ചാള ആയതുകൊണ്ടേ നമ്മൾ ഒത്തിരി തവണ കഴുകിയാൽ അതിൻ്റെ ഉളുമ്പ് പോകും. പിന്നെ അതേമാതിരി തന്നെ ചാള കഴുകി കഴിഞ്ഞിട്ട് എൻ്റെ കൈ മുഴുവനും മണമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് ആദ്യം പുളിയൊക്കെ ഇട്ട് തേച്ച് നോക്കി, പക്ഷെ അത് കഴിഞ്ഞിട്ടും നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, അതായത് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഇട്ട് തൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. അങ്ങനെയൊക്കെ ഉളുമ്പിൻ്റെ മണമൊക്കെ അങ്ങനെ മാറും. പിന്നെ പുളിയും പെട്ടെന്ന് മാറേണ്ടതാണ്, പക്ഷേ എന്തോ നല്ല മണമായിരുന്നു. അപ്പോൾ ഇതിൽ പരിഞ്ഞിലുണ്ട് കേട്ടോ. നമ്മൾ പരിഞ്ഞിലെടുത്ത് വേറെ മാറ്റി വെച്ച് അത് ഇത്തവണ നമ്മൾ വറക്കാനാണ് കേട്ടോ വെച്ചത്. കാരണം എപ്പോഴും കറി വെച്ചപ്പോൾ ഒരു നമുക്കിങ്ങനെ അത്ര ടേസ്റ്റായിട്ട് ടേസ്റ്റില്ലായ്മയില്ല, എപ്പോഴും കറി തന്നെയല്ല. അപ്പം ഇന്ന് വറക്കാമെന്ന് കരുതി അങ്ങനെ പരിഞ്ഞിലൊക്കെ ഇന്ന് വറക്കാനായിട്ടിട്ടു. പരിഞ്ഞിൽ വേറെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് പൊത്തി, അതായത് ഉപ്പൊക്കെ ഇട്ടിട്ട് പൊത്തിയൊക്കെ ചെയ്യണം. കാരണം ഈ നമ്മൾ മീനിൻ്റെ ഒപ്പം തന്നെ പരിഞ്ഞിലിട്ട് കഴിഞ്ഞാൽ മീനുമ്മ പിടിക്കില്ല. ഈ മുളക് പൊടിയോ ഉപ്പ് അങ്ങനത്തെ മിശ്രിതമൊന്നും ഇതുമ്മ പിടിക്കില്ല. കാരണം ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് സ്വഭാവം ഉള്ളത് കൊണ്ടിട്ട് അതുമ്മ കയറി പിടിക്കാതെ ആകുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെളുത്തിരിക്കൂലേ, അങ്ങനെ ഇരിക്കും. അതായത് മീൻ ഇങ്ങനെ ഒരു ഉപ്പൊന്നും പിടിക്കാതെ ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രത്യേകമാണ് ചെയ്യുന്നത്. അപ്പം ഇനി കറി വെക്കണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ കൂടി അങ്ങോട്ട് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കും. പിന്നെ മുളക് പൊടി 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതങ്ങോട്ട് നമ്മൾ തിരുമ്മയാണ് ചെയ്യുന്നത് കേട്ടോ. കൈ കൊണ്ട് തിരുമ്മും, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ഇതുമ്പോൾ പിടിപ്പിക്കണം കേട്ടോ. ഉള്ളി എപ്പോഴും ചതച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ പിടിക്കാൻ, അതായത് ഈ ഗ്രേവിയൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ മുളക് മാത്രം നമ്മൾ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. മുളക് ചതച്ചിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല എരിവായിരിക്കും. അതുകൊണ്ടിട്ട് ഉള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചതച്ചിട്ടിട്ട് എടുക്കും. ഇനി മുളകല്ലല്ലോ, എന്താണ് മത്തി ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇതേ കണ്ട നല്ല അടിപൊളിയായിട്ടില്ലേ. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് അതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക, അതായത് പുളി വെള്ളം ഒഴിച്ച് കയ്യും കൂടി അങ്ങാട് അതിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ നേരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള കറിയാണ് കേട്ടോ. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണതിനും ഇങ്ങനെ വെക്കണതിനും രണ്ടും രണ്ട് ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതൊക്കെ കൂടി വഴറ്റിയെടുക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ഇത് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല, പക്ഷേ നമ്മൾ ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ എളുപ്പം വെക്കാനുള്ള നല്ലൊരു രീതി ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതും വറക്കണം. കറിയൊക്കെ ഏകദേശം, ഈ കറി പെട്ടെന്നാവും കേട്ടോ. അടുപ്പത്തോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചാൽ മതി, അത് അവിടെ ഒന്ന് വെന്തോളും. മീനൊക്കെ വറക്കാൻ വെക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ ചാനലിലൊക്കെ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ പ്രത്യേകം പറയട്ടെ, വളരെയധികം നന്ദി. അവർക്കെന്നല്ല, നമ്മുടെ പഴയ കൂട്ടുകാർക്കും പുതിയ കൂട്ടുകാർക്കുമൊക്കെ നമുക്ക് പ്രത്യേകം നന്ദി അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതേമാതിരി തന്നെ ഇതേമാതിരിയൊന്നുമില്ല, ഇതുപോലെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം സന്തോഷമാണ് കേട്ടോ. അപ്പം ഇനി കറി നമ്മൾ ചോറുണ്ണാറായിട്ടുണ്ട്. ചോറൊക്കെ എടുത്ത് കഴിക്കട്ടെ ഇനി. നമ്മളൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ കഴിക്കുകയുള്ളൂ. എന്നുവെച്ചാൽ കാരണം നമ്മൾ വൈകുന്നേരം നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു വിശപ്പ് തോന്നും. കാരണം എൻ്റെ വീട്ടിലും ഞാൻ പണ്ട് തുടങ്ങി വൈകിയാണ് കഴിക്കണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് 7:30 ആവും. അപ്പോൾ ആ 7:30ക്കാണ് നമ്മൾ കാപ്പി കുടിയൊക്കെ കഴിയണത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ചോറ് തിന്നുമ്പോൾ വൈകിയാണ് പണ്ടും കഴിക്കാറ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ചേട്ടൻ മാത്രം ഇവിടെ വൈകി കഴിക്കുള്ളായിരുന്നു. പിന്നെ ഞാനും അതനുസരിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.